വെൽക്കം ബാക്ക് ടു റിസ ഫ്രം ഒഡീഷ. അപ്പോൾ ഇന്ന് നമ്മൾ 2 ഡേ ഇൻ മൈ ലൈഫ് കണ്ടായിരുന്നു. രാവിലത്തെ സംഭവങ്ങൾ, ഉച്ചക്കത്തെ കാര്യങ്ങൾ ഒക്കെ കണ്ടു. ഇനി സന്ധ്യക്കുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ കണ്ടോ, സന്ധ്യ ആയിരിക്കുകയാണ്. ഇവിടെ 5:30 ആകുമ്പോൾ തന്നെ കൂരിരുട്ടാകും. ഇപ്പോൾ സമയം 5:10 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിളക്ക് കത്തിക്കാൻ പോകുന്ന സമയമാണ്. 5:15 ആകുമ്പോൾ ഞാൻ വിളക്ക് കത്തിക്കും. റോഡിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. സന്ധ്യ ഇരുടായി വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്, കണ്ടോ. ഇപ്പം തന്നെ ഒരു ബ്ലൂ കളറായി സന്ധ്യയായി വരികയാണ്. ഞാൻ വിളക്ക് കത്തിക്കാൻ വരുന്നത് 5:10 ആകുമ്പോഴേക്കും ഞാൻ മുകളിലേക്ക് വരും. വിളക്ക് എല്ലാം തിരികളൊക്കെ ശരിയാക്കി എല്ലാം റെഡിയായി വരുമ്പോഴേക്കും ഒരു 5:15-20 ആകും. എന്നിട്ട് അമ്പലത്തിലും പോകണമല്ലോ. അമ്പലത്തിലും പോയി അവിടെ ഒരു ദീപം തെളിയിച്ചിട്ട് വന്നിട്ടാണ് നാമജപമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടില്ല, നല്ല ബ്ലൂ കളറായി ഇരുടായി വരികയാണ്. ഇപ്പോൾ അത് 5 മിനിറ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൂരിട്ടാവും. ഇനി എൻ്റെ വിളക്ക് കത്തിക്കലും കുറച്ച് നാമജപത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാൻ എൻ്റെ ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പം നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ രാവിലെ ഉടുത്ത ഡ്രസ്സിൽ വന്ന് വിളക്ക് കത്തിക്കില്ല. വിളക്ക് കത്തിക്കാൻ വേണ്ടി ഒരു സാരിയുണ്ട്, ഈ വെള്ളയും ചുവപ്പും ചേർന്ന്. അത് നമ്മൾ വ്രതമൊക്കെ ഉള്ള സമയത്ത് ഉടുക്കുന്ന സാരിയാണ് ഇങ്ങനത്തത്. ഇതിവിടെ ഒഡീഷയിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് നമ്മുടെ സെറ്റ് സാരിയൊക്കെ ഇപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ കൊടുക്കില്ല, അതുപോലെ ഇവിടെ ഒരു പൂജയും അങ്ങനത്തെ ഉള്ള വിശേഷങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യുന്ന ഇതാണ്. ഇനി ഞാൻ തുളസിത്തറയിൽ ദീപം തെളിയിക്കുകയാണ്. വീട് റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് തുളസിത്തറ മുകളിൽ ബാൽക്കണിയിലാണ് വെച്ചിരിക്കുന്നത്, താഴെയല്ല. വലിയ മുറ്റമുള്ളവരൊക്കെ താഴെ തന്നെയായിരിക്കും തുളസിത്തറ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ വലതുഭാഗത്താണ് തുളസിത്തറ വെക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഈ ഡോറിൻ്റെ ബാൽക്കണിയിലാണെങ്കിൽ കൂടിയും വലതുഭാഗത്ത് ആണ് തുളസിത്തറ വെക്കുക കേട്ടോ. അപ്പോൾ തുളസിത്തറയിൽ ഒരു ചന്ദനത്തിരിയും ദീപവും കത്തിച്ച് മോനും അവിടെ ഇങ്ങനെ മുട്ടുകുത്തി നമസ്കരിക്കുകയാണ്. ഇവിടെ നമ്മൾ വെറുതെ അങ്ങ് തൊഴുതു പോകുകയല്ല, അങ്ങനെ മുട്ടുകുത്തി നമസ്കരിക്കണം. ഇനി ഞാൻ ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഇരുടായി വരുന്നത്. ഇനി ഞാൻ അമ്പലത്തിലേക്ക് തൊട്ട് ഫ്രണ്ടിലുള്ള കൃഷ്ണൻ്റെ അമ്പലം, കൃഷ്ണൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ ഇവരെല്ലാം അമ്പലത്തിൽ പൂജ ചെയ്ത് പോകുന്നവരാണ്. അപ്പോൾ ഡെയിലി രാവിലെ പൂവും ചന്ദനത്തിരിയും കൊണ്ടുവെക്കും. എന്നിട്ട് പിന്നെ വൈകുന്നേരം ദീപം തെളിയിക്കാനും പോകും. ഒരു 7 തിരി എടുത്തിട്ട് അടുക്കളയുടെ വാതിലിൻ്റെ അവിടെ ഒരു തിരി കത്തിക്കണം, ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ഒരു തിരി കത്തിക്കണം, ബാക്കിൽ ഡോറിൻ്റെ അടുത്ത് ഒരു തിരി കത്തിക്കണം. അതൊന്നും വീഡിയോ എടുക്കാൻ മോളില്ലാത്തതുകൊണ്ടാണ്, മോന് ആയതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മോനാണ് ബാൽക്കണിയിൽ നിന്നിട്ട് അങ്ങനെ ഓരോ തിരി എല്ലായിടത്തും കത്തിച്ചിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിൻ്റെ പണിയൊക്കെ നടക്കുകയാണ്. അവിടെ ഈ ഗ്രാമത്തിൻ്റെ മീറ്റിങ്ങും കാര്യമൊക്കെ നടത്താനുള്ള ഒരു റൂമുണ്ട്. അപ്പോൾ ആ ഡോറ് തുറന്ന് അതിൻ്റെ ഉള്ളിലേക്കാണ് അവിടുത്തെ പൂജാ റൂമുള്ളത്. ഇപ്പോൾ ഞാനത് അവിടെ മണിയടിക്കുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ. ഇനി അവിടെയും ദീപം തെളിയിച്ച് അവിടെ അത് കാണുന്നുണ്ട് കേട്ടോ. ടെറസിൻ്റെ മുകളിൽ നിന്ന് മോനെ എടുക്കുന്നതാണ്. ആ ഡോറിൻ്റെ നേരെ തന്നെയാണ്. എന്നിട്ട് ദീപം തെളിയിച്ച് അവിടെയും മുട്ടുകുത്തി നമസ്കരിച്ചിട്ട് വീട്ടിലേക്ക് വരും. ഇപ്പം തന്നെ കണ്ടോ, ടൈം ഇരുടായി വന്നുണ്ടോ, 5:30 ആയിട്ടില്ല. കണ്ടോ, ഇരുടായി വരികയാണ്. മാത്രം ഇരുടായിന്ന്. അപ്പോൾ ഇവിടെ നേരത്തെ ഇരുടാൻ കണ്ടോ, ഇവിടെ പെട്ടെന്ന് ഇരുടാകും. നമ്മളവിടുത്തെ പോലെയൊന്നും അല്ല. 5 മണിയാകുമ്പോൾ തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വിളക്ക് വെക്കാനുള്ള പണികളൊക്കെ തുടങ്ങും. ഇതാ ഞാൻ വന്നു, തുളസിത്തറയിൽ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വിളക്ക്. ഇതാ ഫുൾ ഇരുടായി കണ്ടോ. ഇതാണ് ഇവിടെ ഒരു 5:30. ഞാൻ നല്ല വെളിച്ചമുള്ളപ്പോൾ തന്നെ പോയി എല്ലാ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ സന്ധ്യയായി ഇരുടായി. ഇനി എൻ്റെ കുറച്ച് നാമജപമൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്തോളൂ. ഇനി ഇതാ ഇവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ചു തരാം. ഇതാ ഫുൾ ബ്ലൂ ആയി ബ്ലാക്കായി വരികയാണ്. ഇപ്പോൾ ഫുൾ ഇരുടായി. റോഡിലൊക്കെ ലൈറ്റ് ഉണ്ട്. വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇനി ഞാൻ ഭസ്മൊക്കെ തൊട്ടിട്ട് നാമജപാണ്. അത് മോനും വന്നിരുന്നു. കുറച്ച് നേരം അത് കേൾക്കാം. അപ്പോൾ മോനെ കളിച്ച്
കുളിച്ചിട്ടൊക്കെ വന്നതുകൊണ്ട് നല്ല ചൂട് എടുക്കുന്നുണ്ട്. പിന്നെ പൂജാ റൂം ജനലൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നല്ല ചൂടായിരിക്കും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ മോന് ഷർട്ടൊക്കെ ഊരിയിട്ട് എൻ്റെ കൂടെ നാമം ജപിക്കുകയാണ്. എപ്പോഴും വന്നിരിക്കും, പക്ഷേ അരമണിക്കൂറൊന്നും ഇരിക്കില്ല. കുറച്ച് നേരം ഇരുന്ന് എല്ലാം ഒന്ന് ജോയിൻ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നിട്ട് പോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഫുൾ തീരുന്നവരെ ഇരിക്കില്ല. അപ്പോൾ അവന് കാല് വേദനിക്കുന്നു പറയും. എന്നിട്ട് തുളസിത്തറൻ്റെ അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ട് അവൻ നാമം ചൊല്ലിക്കൊണ്ടിരിക്കും. കളിക്കുകയാണെങ്കിൽ കൂടിയും അവിടെ ഇരുന്ന് നാമം ചൊല്ലും. എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം അരമണിക്കൂറുള്ളതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ ഒരു ബോറാവില്ലേ. അപ്പം മോനാണ് ഇതൊക്കെ വീഡിയോ എടുക്കുന്നത്. ഇതെന്തോ വിശേഷ ദിവസത്തിലിട്ട കോലമാണ്. അങ്ങനെ എന്തെങ്കിലും വ്രതം ഉള്ള ദിവസം, എന്തെങ്കിലും പ്രത്യേകത ഉള്ള ദിവസങ്ങളിൽ മാത്രമേ കോലം ഇടണ്ടൂ, അല്ലാതെ ഡെയിലി ഒന്നും ഇടണ്ട. അപ്പോൾ എൻ്റെ നാമജപത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. ഇനി എൻ്റെ മക്കൾ മാത്രം ചെയ്യുന്ന ഒരു നാമജപമൊക്കെ ഉണ്ട്, അത് ഞാൻ പറ്റിയാൽ എഡിറ്റ് ചെയ്ത് വിടാം. നല്ല രസമാണ് അവർ രണ്ടുപേരും നാമം ജപിക്കുന്നതൊക്കെ കേൾക്കാൻ. അപ്പം ഞാനത് പറ്റിയാൽ വിടാം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും വാച്ച് ചെയ്തതിന് താങ്ക് യു. ബൈ.